പത്തനംതിട്ടയിലെ കനത്ത മഴയിൽ ആറന്മുളയിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണ്. പമ്പാ നദിയിലൂടെയുള്ള മലവെള്ളപ്പാച്ചിൽ അതിശക്തമാണ്. ആറന്മുള വെള്ളസദ്യയുടെ സാഹചര്യത്തിൽ ഭക്തർ ജാഗ്രതയിലാണ്. ദേവൻ എം പി തയ്യാറാക്കിയ റിപ്പോർട്ട്. അപ്രതീക്ഷിതമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ രാത്രി മഴയുണ്ടായത്. പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ എല്ലാ വർഷവും നടക്കുന്ന, ആചാരപൂർണ്ണം നടക്കുന്ന ആറന്മുള വള്ളസദ്യ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴ വലിയ രീതിയിൽ ഈ വള്ളസദ്യക്ക് എത്തുന്ന ഭക്തജനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും താരതമ്യേന കാണേണ്ട ഒരു തിരക്ക് ഇന്ന് ക്ഷേത്രത്തിൽ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ ഒരു തിരക്കാണോ ക്ഷേത്രത്തിലുള്ളത്? ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല തിരക്കാണ്. ഈ ഇത്തവണ മഴ കാരണം തിരക്ക് കുറവാണ്. ഈ ദൂരദേശങ്ങളിലൊക്കെ എത്തുന്ന, പ്രത്യേകിച്ചും വടക്കുന്നൊക്കെ എത്തുന്ന, ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് വരുന്നവരാ. ഇന്ന് ഈ കരുതിക്കൂട്ടി ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് വന്ന ബുക്ക് ചെയ്ത് വന്നതാണ്. ബുക്ക് ചെയ്ത് വന്നപ്പോൾ ഈ പറയണക്ക് മഴയായിപ്പോയി, അതൊരു ബുദ്ധിമുട്ടായോ? വെള്ളമായിപ്പോയി, തിരിച്ചു പോകാനുള്ളൊരു വിഷമം ഇപ്പോൾ തോന്നുന്നുണ്ട്. ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ഒരു മഴ പെട്ടെന്ന് വന്നത്. അമ്മ സദ്യ കഴിക്കാൻ പറ്റിയോ? ഈ വെള്ളവും മഴയൊക്കെ ബാധിച്ചോ? ഞങ്ങൾക്ക് വെള്ളം ബാധിച്ച്, ഞങ്ങളുടെ വണ്ടി ഇത്ര വഴുകിയത് അതാണ്. ഞങ്ങൾക്ക് നല്ലോണം വെള്ളം. ഞങ്ങൾ നെടുമ്പാശ്ശേരി. അപ്പൊ ഇന്നത്തേക്ക് ദിവസം ബുക്ക് ചെയ്ത് വന്നതാണോ? അതെ. ആണോ? എല്ലാരും ഉണ്ടോ? വന്നല്ലേ? 50 പേരുണ്ട്. 50 പേര് കഴിച്ചു. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായല്ലേ? വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഓടിപ്പോണത്. ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. സദ്യക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വന്നതാണ് ഇന്നത്തെ ദിവസം അല്ലേ? ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ മഴ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായില്ലേ? വണ്ടി ഇവിടെ വരെ എത്തിയോ? അവിടെ വരെ എത്തിയിട്ടുള്ളൂ. സദ്യ കഴിക്കാൻ പറ്റിയല്ലോ? എല്ലാവരും ഈ പറയുന്ന നെടുമ്പാശ്ശേരി അവിടെ നിന്നാണല്ലോ വരുന്നത്. എല്ലാവരും സദ്യ കഴിക്കാൻ പറ്റിയോ? ഈ പറയുന്ന പോലെ തന്നെ ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒപ്പം തന്നെ ആലുവയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന പോലെ സദ്യ കഴിക്കാനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പലരും ഇന്നലെ യാത്ര തിരിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന രാത്രി മഴ പെയ്യുന്നതും ഇത്രയധികം വെള്ളം പെട്ടെന്ന് ഇവിടെ എല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും വരുന്ന ഭക്തജനങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ സദ്യ കഴിച്ചതിന് ശേഷം തന്നെയാണ് മടങ്ങുന്നത്. നമ്മളിവിടെയുള്ള പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2018 സമാനമായ രീതിയിൽ വെള്ളം ഇപ്പോൾ ഇവിടെ ഉയർന്നിട്ടില്ല. അന്ന് എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഈ കാണിക്ക ഗോപുരം ഉൾപ്പെടെയുള്ള നിൽക്കുന്ന കാണിക്ക ഗോപുരത്തിൻ്റെ ഉയരം വരെയും വെള്ളം അന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏതായാലും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഏതായാലും അത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഇതുവരെ ഇവിടെ ഉണ്ടായില്ല. അതൊരു വലിയ ആശ്വാസമായിട്ടാണ് കരുതുന്നത്. നിലവിൽ മുൻപ് ഈ പറയുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ 10,000-4,000-ലധികം ആളുകൾ ഓരോ പന്തിയിലും പോകുന്നതായിരുന്നു ഒരു പതിവ്. എന്നാൽ ഇത്തവണ അത്രയും ആളുകളില്ല എന്നാണ് സംഘാടകരോട് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മഴ ഒരു വലിയ പ്രതികൂല സാഹചര്യമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഈ പറയുന്ന പോലെ തന്നെ വള്ളസദ്യയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി ഭക്തജനങ്ങൾക്കുണ്ട്. ആറന്മുളയിൽ നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.